ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായ സംഹിതയാകുന്നു എന്നത് അല്ലെ ന്യായ എന്നത് പ്രത്യേകിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ത്യൻ പ്ലാനിംഗ് സംഗതിയെ നീതി ആയോഗ് ആകുന്നത്. ഈ പദങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ പദാവലി മാത്രമല്ല, പുതിയ കാലത്ത് രൂപപ്പെടുന്നത്. അത് ഭാഷ ഒന്നാന്തരം ആയുധമായിട്ട് ഈ പ്രക്രിയയ്ക്ക് എങ്ങനെയാണ് ബ്രാഹ്മണി ഹെജിമണി സംസ്കാരത്തിൽ ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ നല്ല സൂക്ഷ്മമായ തെളിവുകൾ നമുക്ക് ഭാഷയിൽ അന്വേഷിച്ചാൽ കിട്ടും. ഭാഷയിൽ അത് വളരെ ഭംഗിയായിട്ട് കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് സമകാല മലയാളി കുറേ കൂടി ജാർഗണായിട്ടുള്ള സംസ്കൃത പദങ്ങളിലേക്ക് പോകുന്നുണ്ട്? പരിശോധിച്ചാൽ അറിയാം. ഞാൻ ലേഖനങ്ങളിലൊന്നും ഞാൻ പേര് പറയുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട്, നമ്മൾ നിത്യം വായിക്കുന്നവരായതുകൊണ്ടും മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ഇതിഹാസ സംബന്ധിയായ രചനകളിലൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരിഷ്കരിച്ച് മാറ്റിയ വാക്കുകളെ, പദങ്ങളെ വളരെ ബോധപൂർവമായിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഞാൻ 1, 2, 3 നമ്പറിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഭാഷയെ അതിൻ്റെ പ്രധാനപ്പെട്ട ടൂളായിട്ട്, ഉപകരണമായിട്ട് പ്രയോജനപ്പെടുത്തുന്നു എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. പേരിൽ എന്തിരിക്കുന്നു എന്നത് പേരുകളെല്ലാം തിരിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മുടെ LKG മുതലുള്ള ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങളുടെ പേര്, നമ്മുടെയൊക്കെ വീടുകളിലെ കുഞ്ഞുങ്ങളുടെ പേരുകൾ പരിശോധിച്ചാൽ വളരെ ഭംഗിയായിട്ടത് നല്ല വൃത്തിക്ക് തിരിച്ചു വരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഈ 60ഓട് അടുക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെയൊക്കെ തലമുറയിൽ പേരിടുമ്പോൾ രക്ഷാകർത്താക്കൾക്ക് ഒരു ബോധ്യമുണ്ട്. ഈ ജെൻഡർ പോലും തോന്നരുതെന്ന് പറഞ്ഞ പേരുകൾ നമ്മുടെ വീട്ടിനകത്തൊക്കെ ഉണ്ട്. അപ്പം എനിക്കൊക്കെ പേരിടുമ്പോൾ എന്താണ് ഏത് വിഭാഗമാണെന്ന് അറിയരുത് എന്ന നിഷ്ഠയോടുകൂടി, ഒരുപക്ഷെ മയ്യനാടിന് തൊട്ടടുത്ത പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അത്തരം പേരുകൾ ഉണ്ടായൊരു സ്ഥലം മയ്യനാടാണ്. മയ്യനാട് ഓരോ വീട്ടിലും ഉണ്ടായി, അങ്ങനെ വെറുതെ ഉണ്ടായതല്ല. ശ്രീനാരായണ ഗുരു ഇങ്ങനെ നടന്നു പോയ, മീൻ വെള്ളം കലക്കി ഒഴിച്ച മലയാളി സ്ത്രീകളുള്ള പ്രദേശത്ത് അങ്ങനെയാണ് അദ്ദേഹത്തെ നേരിട്ടത്. അങ്ങനെയായിരുന്നു. ഇഴവ സ്ത്രീകൾ തന്നെ അദ്ദേഹത്തെ മീൻവെള്ളം കലക്കി ഒഴിച്ചതായിട്ട് CV കുഞ്ഞിരാമൻ്റെയും C കേശവൻ്റെയും രചനകൾ നമ്മൾ പിൽക്കാലത്ത് വായിച്ചെടുക്കുന്നു. അങ്ങനെയുള്ള പ്രദേശത്തിൻ്റെ ഒരു മനേക്ഷ എന്നൊരു 10ഓ 12ഓ ആളുകൾക്ക് പേരുണ്ട്. ഞാൻ പ്രായോഗിക തലത്തിൽ നമ്മൾ മണ്ണിൽ തൊടുന്ന ഇത്തരം അനുഭവങ്ങളിലേക്കാണ് എങ്ങനെയാണ് അതിവിദഗ്ധമായിട്ട്. അതിൽ നിന്ന് പുതിയ കാലത്ത് നമ്മൾ ആ പേരുകളൊന്ന് പരിശോധിക്കാം. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ പുതിയ കാലത്തെ കുഞ്ഞുങ്ങളുടെ പേര് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച എന്നോ തൂത്തുകളഞ്ഞ ജാതിയൊക്കെ ചിറകും വാലും മുളച്ച് ഇങ്ങനെ തിരിച്ചു വരുന്നു മാത്രമല്ല, കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാവുന്ന വിധത്തിൽ, ഏത് വിഭാഗത്തിലെന്ന് തിരിച്ചറിയാവുന്ന വിധത്തിലേക്ക് വരുന്നു. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ചിത്രങ്ങൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇവിടുന്ന് അങ്ങോട്ടല്ലേ കാണുള്ളൂ നമ്മുടെ മിക്കവാറും. ഇപ്പോഴാണോ നമ്മൾ വലിയ ചിത്രങ്ങൾ വെക്കുന്നത്? തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ഇവിടെ മുതലാണ് നമ്മൾ ഭൂരിപക്ഷം ചെറിയതായിട്ട് കാണുന്നത്. ആ പോസ്റ്റർ നോക്കിയാൽ കൃത്യമായിട്ട് ഏത് വിഭാഗത്തിലെ സ്ത്രീയെന്ന് തിരിച്ചറിയാവുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രപാഠങ്ങളിൽ പോലും, തെരുവിലെ നമ്മൾ കാണുന്ന തെരഞ്ഞെടുപ്പിലെ ചിത്രപാഠങ്ങളിൽ പോലും തെളിയുന്ന ജാതി പാഠങ്ങളും ജാതി സൂക്ഷ്മതകളും നമ്മൾ തിരിച്ചറിയുന്നവരാണ്.